Hello dear students, once again welcome back to my class. Today, as we know, we continue with the chapter, or we are going to conclude this chapter, the Amigo Brothers. It's a short story, it's a story by P.D. Thomas, and he tells about two Amigo brothers, two close friends. They are lived like brothers. We know that. We know the last classes. Okay. So we know the whole story. Yeah. Yeah. Right. They are two great friends. They lived like brothers, and they have a great dream in their life. What is this? Yeah. Want to become a best lightweight champions in the world. So they practice vigorously all days. So in this fight, the boxing club conducted a fighting competition, and the winner will represent the boys club in the Golden Glove Championship. Is it? Yes. In the final stage, Antonio Cruz and Felix Vargas, they met together, they fight together, they fight each other. Then only the best man will win, and the winner will represent the boys club in Golden Glove Championship. Is it? Yeah. Then the fight begins in Tompkins Square Park. These both fighters enter to the ring. The audience roaring and cheering up, and the fight begins. The referee gives instruction to both of them, and the fight begins. Antonio Cruz and Felix Vargas fight each other like strangers. They forgot that they are brothers, they are friends. They met together, they fight each other like a stranger. And the first round is going. First round is going on. So we reach there. Antonio Cruz and Felix Vargas, boys club represent ചെയ്തിട്ടുള്ള ആ ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സിനെ പോലെ, ഒരിക്കലും ഒരു ബ്രദേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ പോലെയോ അല്ല അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. They fight together like strangers. They met together in the ring like strangers. അല്ലേ? സോ അങ്ങനെയാണ് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് റൗണ്ട് ഈസ് ഗോയിങ് ഓൺ, നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് റൗണ്ട്. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും രണ്ടുപേരും they fight each other. പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും വിചാരിക്കുന്നത് എന്താ, എ ക്ലിയർ നോക്ക് ഔട്ട് വിതൗട്ട് ഹേർട്ടിങ് ഈച്ച് അതർ. അല്ലെ, രണ്ടുപേരും വല്ലാണ്ട് ഹേർട്ട് ചെയ്യാതെ ഒരു ക്ലിയർ നോക്ക് ഔട്ട് ആണ് രണ്ടുപേരും പ്രതീക്ഷിക്കുന്നത്. സോ അതിനുവേണ്ടി അവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. Antonio's left hand was like a piston pumping jabs. ആന്റോണിയോയുടെ ലെഫ്റ്റ് ആം എങ്ങനെയാണ്, വാസ് ലൈക്ക് എ പിസ്റ്റൺ. പിസ്റ്റൺ മീൻസ് പിസ്റ്റൺ. യെസ്, പിസ്റ്റൺ അല്ലേ, ഒരു പമ്പ് പോലെ, ഒരു ഗണ്ണൊക്കെ പോലെ. പമ്പിങ് ജാബ്സ്, എന്ത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ജാബ്സ്. ജാബ്സ് മീൻസ് ഇടി. ആ ഇടി പമ്പ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ പോലെയാണ് ആന്റോണിയോയുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് വൺ റൈറ്റ് ആഫ്റ്റർ അനദർ വിത്ത് സീമിങ് ഈസി. മറ്റെന്താണ്, വളരെ സൗമ്യമായിട്ട് ഈസി ആയിട്ടാണ് മറ്റേ കൈയിരിക്കുന്നത്. ദെൻ ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വേവേഡ്. ഫെലിക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബോബ്ഡ് ആൻഡ് വേവേഡ്. ബോബ്ഡ് ആൻഡ് വേവേഡ് മീൻസ് ഇങ്ങനെ ഒഴിഞ്ഞു മാറാം. നമ്മൾ ബോക്സിംഗ് കോമ്പറ്റീഷനിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ ഒരു ഡാൻസിങ്, ഒരു ബോക്സിംഗ് ഡാൻസിങ് അല്ലേ. സോ ഒരു ഒഴിഞ്ഞു മാറൽ. സോ ആ ഒരു ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വേവേഡ്, ഫെലിക്സ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നെവർ സ്റ്റോപ്പ് ഇറ്റ് ബോറിങ് ഇൻ, ആൻഡ് നെവർ സ്റ്റോപ്പ് ഇറ്റ് ബോറിങ് ഇൻ. ആ ഒരു മുഷിപ്പ് അത് അവനെ എന്ത് ചെയ്യുന്നില്ല, മുഷിപ്പാക്കുന്നേ ഇല്ല. ബോർ മീൻസ് ഒരു മുഷിപ്പ് അല്ലേ, ബോറടിക്കുക എന്നൊക്കെ പറയും നമ്മൾ. ഒരു മുഷിപ്പ് അവൻ ഉണ്ടാക്കുന്നേ ഇല്ല. ദെൻ ഹി ന്യൂ ദാറ്റ് the long range he was at a disadvantage. ആ ഒരു ലോങ് റേഞ്ച് വിച്ച് മീൻസ് ആ ഒരു ദൂരം അത് അദ്ദേഹത്തിന് എന്താണ്, ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് മീൻസ് നമുക്കറിയാം അല്ലേ, അഡ്വാൻറ്റേജ് ഗുണം, ഡിസ്അഡ്വാൻറ്റേജ് മീൻസ് ഗുണമല്ലാത്തത്. സോ ആ ഒരു ലോങ് റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ദൂരം അവനൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ, ആന്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹിം. ആന്റോണിയോ ഏകദേശം അവൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ആന്റോണിയോ അവിടെ നിന്ന് ഓടി വന്നിട്ട് ആരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്, ഫെലിക്സിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണ് അല്ലേ. സോ ഓൾമോസ്റ്റ് എവിടെ എത്തിയിട്ടുണ്ട്, ആന്റോണിയോ ഫെലിക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓൺലി ബൈ കമ്മിങ് ഇൻ ക്ലോസ് കുഡ് ഫെലിക്സ് ഹോപ്പ് ടു അച്ചീവ് ദ ഡ്രീം ഓഫ് നോക്ക് ഔട്ട് അല്ലേ. സോ അടുത്തെത്തി കഴിഞ്ഞാലേ
കുറച്ചുകൂടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഓൺലി ബൈ കമ്മിങ് ഇൻ ക്ലോസ്, തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ കുഡ് ഫെലിക്സ് ഹോപ്പ് ടു അച്ചീവ് ദ ഡ്രീംഡ് ഓഫ് നോക്ക് ഔട്ട്. ഫെലിക്സ് ഡ്രീം ചെയ്ത, ഫെലിക്സ് സ്വപ്നം കണ്ട ഒരു നോക്ക് ഔട്ട്, പെട്ടെന്ന് ആൻ്റോണിയോനെ പരാജയപ്പെടുത്തിയിട്ട് പെട്ടെന്ന് വിൻ ചെയ്യുക എന്ന് പറയുന്ന ആ നോക്ക് ഔട്ട് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ആൻ്റോണിയോൻ്റെ തൊട്ടടുത്തെത്തണം. എന്നിട്ടാണ് ആൻ്റോണിയോനെ ഇടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു നോക്ക് ഔട്ട് ആൻ്റോണിയോനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തോൽപ്പിക്കാൻ പറ്റുള്ളൂ. സോ അവനവിടെ ഇങ്ങനെ എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വേവ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻ്റോണിയോ ഇങ്ങനെ കുതിച്ച് വരുന്നുണ്ട്. ദെൻ ആൻ്റോണിയോക്ക് അറിയാം, ആൻ്റോണിയോ ന്യൂ ദ ഡൈനാമിറ്റ് ദാറ്റ് വാസ് സ്റ്റോർഡ് ഇൻ ഹിസ് അമിഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്. ആൻ്റോണിയോക്ക് അറിയാം ദ ഡൈനാമിറ്റ് എന്താ നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, ഡൈനാമിറ്റ് ഇങ്ങനെ പിന്നൂരിയിട്ട് എറിയുന്ന ഡൈനാമിറ്റ്. ഓക്കെ, സോ ആൻ്റോണിയോക്ക് അറിയാം അവൻ്റെ ആ അമിഗോ ബ്രദറുടെ ഫിസ്റ്റ് മീൻസ് മുഷ്ടി, അമിഗോ ബ്രദറുടെ ആ ഒരു മുഷ്ടിയിലുള്ള ആ കയ്യിലുള്ള ഡൈനാമിറ്റ് ഇറ്റ്സ് വെരി പവർഫുൾ. സോ ആ ഒരു ഡൈനാമിറ്റ്, ആ ഒരു പവർ ആർക്കറിയാം, ആൻ്റോണിയോക്ക് അറിയാം. ഫെലിക്സിൻ്റെ കയ്യിൻ്റെ പവർ ആൻ്റോണിയോക്ക് അറിയാം. He ducked a short right and missed the left hook. He ducked means he ducked a short right. Ducked means ഒഴിഞ്ഞു മാറുക അല്ലേ, ducked means ഒഴിഞ്ഞു മാറുക. He ducked a short right and missed a left hook. അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് ഒരു ലെഫ്റ്റ് ഹുക്ക് എന്ത് ചെയ്യുക, മിസ് ചെയ്യുക. ഓക്കെ, ആൻ്റോണിയോ ഇങ്ങനെ ഫെലിക്സിനെ എന്ത് ചെയ്യാണ്, ഫെലിക്സ് ഇടിച്ചതിൽ നിന്ന് ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഡക്ക് ചെയ്തിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് ആ ഒരു ലെഫ്റ്റ് ഹുക്ക് അവൻ എന്ത് ചെയ്യാണ്, മിസ് ചെയ്യാണ്. ദെൻ ഫെലിക്സ് ട്രാപ്പഡ് ഹിം എഗെയിൻസ്റ്റ് ദ റോബ്സ്. ഫെലിക്സ് ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ട്രാപ്പ് ചെയ്യുകയാണ്, കുടുക്കുകയാണ് എഗെയിൻസ്റ്റ് ദ റോബ്സ്. ആ റോബ്സിലേക്ക്, ആ കയറിലേക്ക് ആൻ്റോണിയോനെ ഇങ്ങനെ ഫെലിക്സ് എന്ത് ചെയ്യാണ്, കുടുക്കുകയാണ്. ജസ്റ്റ് ലോങ് ഇനഫ് ടു പോസ് സം പണിഷിങ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടു ആൻ്റോണിയോസ് ഹാർഡ് മിഡ് സെക്ഷൻ. സോ അവരുടെ ഒരു ഫൈറ്റിംഗ് സീക്വൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ല ഫൈറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സ് ട്രാപ്പഡ് ഹിം എഗെയിൻസ്റ്റ് ദ റോബ് ആൻഡ് റോബ് ജസ്റ്റ് ലോങ് ഇനഫ് ടു പോർ സം പണിഷിങ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടു ആൻ്റോണിയോസ് ഹാർഡ് മിഡ് സെക്ഷൻ. സോ ആൻ്റോണിയോ ഇങ്ങനെ വന്നപ്പോൾ മിഡ് സെക്ഷനിൽ വെച്ചിട്ട്, നടുവിൽ വെച്ചിട്ട് തന്നെ ഫെലിക്സ് ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ആ റോപ്പിലേക്ക് ഇടിച്ചിടുകയാണ്. ആ റോപ്പിൽ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിക്കുകയാണ്. ആൻ്റോണിയോ ആ റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻ്റോണിയോ സ്ലിപ്ഡ് അവേ ഫ്രം ഫെലിക്സ്. സോ ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ഫെലിക്സിൽ നിന്ന് സ്ലിപ്പായിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. ആൻ്റോണിയോനെ പിടിച്ചിട്ട് ആ റോപ്പിലേക്ക് വെച്ചിരുന്നു അല്ലേ, ആ റോപ്പിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ഫെലിക്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പ് ചെയ്തിട്ട് ഊരിപ്പോരുകയാണ്. ദെൻ ക്രാഷിംഗ് ടു ലെഫ്റ്റ് ടു ഹിസ് ഹെഡ് വിച്ച് സെറ്റ് ഫെലിക്സ് റൈറ്റ് ഇയർ റിങ്ങിങ്. എന്നിട്ടോ ഫെലിക്സിൻ്റെ രണ്ട് ലെഫ്റ്റ് ഭാഗത്ത് എന്ത് ചെയ്യാണ്, അവൻ്റെ ഹെഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് രണ്ട് ക്രഷ് കൊടുക്കുകയാണ്, ഇടി കൊടുക്കുക. ആൻഡ് വിച്ച് സെറ്റ് ഫെലിക്സ് റൈറ്റ് ഇയർ റിങ്ങിങ്. സോ ഫെലിക്സിൻ്റെ റൈറ്റ് ഇയറിൽ ഒരു റിങ്, ആ ഒരു റിങ്ങിലേക്ക് എന്ത് ചെയ്യാണ്, ചെല്ലുകയാണ്. സോ ഒരു ഫൈറ്റിംഗ് സീക്വൻസ് ആണ് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ആ ഒരു ഫൈറ്റിൻ്റെ ആ ഒരു രീതി, ആൻ്റോണിയോ ഫൈറ്റ് ചെയ്യുന്നത്, ഫെലിക്സ് ഫൈറ്റ് ചെയ്യുന്നതും ആ ഒരു ഫൈറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആൻ്റോണിയോ ഓടി വരികയാണ് ഫെലിക്സിൻ്റെ അടുത്തേക്ക്. ഫെലിക്സ് അതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൻ്റോണിയോ അടുത്തെത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫൈറ്റ് ചെയ്തിട്ട് അവനെ താഴെ ഇടാൻ. ദെൻ ആൻ്റോണിയോ നേരെ വന്നിട്ട് ഫെലിക്സിൻ്റെ ഇടിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒഴിഞ്ഞു മാറുകയാണ്. ദെൻ ഫെലിക്സ് ആൻ്റോണിയോനെ എന്ത് ചെയ്യണം, ആ റോപ്പിലേക്ക് ഇങ്ങനെ തള്ളി വിടുകയാണ്. ദെൻ അവൻ്റെ കയ്യിൽ നിന്ന് ആൻ്റോണിയോ ഊരിപ്പോരുന്നുണ്ട്, സ്ലിപ്പ് ചെയ്ത് പോരുന്നുണ്ട്. എന്നിട്ടോ ഫെലിക്സിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഇടിക്കുകയാണ്. സോ ഇത്രയും ഒരു ഫൈറ്റിംഗ് സീക്വൻസിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദെൻ നോക്കുക, ഫെലിക്സ് വാക്ക്ഡ് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. ഫെലിക്സ് എന്ത് ചെയ്യാണ്, വാക്ക് ബ്രിസ്ക്ലി മീൻസ് പെട്ടെന്ന്. ഫെലിക്സ് വാക്ക് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. അവൻ്റെ ആ കോർണറിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, അദ്ദേഹം പോവുകയാണ്. ആൻ്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ്ഡ് ഹിസ് വേ ടുവേർഡ്സ് ഹിസ് സ്റ്റൂൾ. ആൻ്റോണിയോയും അദ്ദേഹത്തിൻ്റെ സ്റ്റൂളിലേക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് ആ ഒരു ബോക്സിംഗ് ഡാൻസ്, ഗ്രേസ്ഫുള്ളി മീൻസ് മര്യാദയോടുകൂടി. സോ ഫെലിക്സ് പെട്ടെന്ന് തന്നെ അവൻ്റെ കോർണറിലേക്ക് എന്ത് ചെയ്യാണ്, തിരിച്ചു പോവുകയാണ്. ആൻ്റോണിയോ അവൻ്റെ കോർണറിലേക്കും എന്ത് ചെയ്യാണ്, തിരിച്ചു പോവുകയാണ്. ബോങ് ബോങ് റൗണ്ട് 2. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് എന്ത് ചെയ്തു, അവസാനിച്ചു. രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഫെലിക്സ് ഓഫ് ഹിസ് സ്റ്റൂൾ ആൻഡ് റഷ്ഡ് ടു ആൻ്റോണിയോ ലൈക്ക് എ ബൾ. ഫെലിക്സ് എന്ത് ചെയ്യാണ്, ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ, അവൻ്റെ സ്റ്റൂളിൽ നിന്ന് എണീറ്റിട്ട് എന്ത് ചെയ്യാണ്, ആൻഡ് റഷ്ഡ് ടു ആൻ്റോണിയോൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുതിക്കുവാണ്, റഷ് ചെയ്യാണ്. ആൻ്റോണിയോയുടെ അടുത്തേക്ക് ഇങ്ങനെ കുതിക്കണം. ഏതുപോലെ, ലൈക്ക് എ ബൾ. ഒരു സിമിൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ലൈക്ക് എ ബൾ, ഒരു ബള്ളിനെ പോലെ, കാളക്കുട്ടനെ പോലെ, ഒരു കാളക്കുട്ടിയെ പോലെ, ഒരു കാളക്കുട്ടനെ പോലെ എന്ത് ചെയ്യാണ്, ആൻ്റോണിയോയുടെ അടുത്തേക്ക് ഫെലിക്സ് ഇങ്ങനെ കുതിച്ചു ചെല്ലുകയാണ്. സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്.
അവൻ്റെ ഹെഡിലേക്ക്, തലയുടെ വലതുഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്, ഒരു ഹാർഡ് ഹിറ്റ് കൊടുക്കുകയാണ്, ഒരു അടി കൊടുക്കുകയാണ്. ആൻ്റോണിയോ ഹേർട്ട്. ആൻ്റോണിയോക്ക് എന്ത് ചെയ്തു, വേദന എടുത്തു. സെൻഡ് ബാക്ക് ടു ബ്ലറിംഗ് ബാരേജ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ദാറ്റ് ഓൺലി മെയിൻ പെയിൻ ടു ഫെലിക്സ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, സെൻഡ് ബാക്ക് എ ബ്ലറിംഗ് ബാരേജ്. അവൻ നേരെ തിരിച്ചു കൊടുക്കുകയാണ്, ഫെലിക്സിനെ തിരിച്ചിടിക്കണം. എങ്ങനെ ഇടിക്കുന്നതാ, ബ്ലറിംഗ് ബാരേജ്. ബാരേജ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഇടിക്കുന്നതിനാണ് എന്താ പറയുക, ബാരേജ് എന്ന് പറയുക. സോ ആൻ്റോണിയോ ഫെലിക്സിനെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ദ ഓൺലി മെയിൻ പെയിൻ ടു ഫെലിക്സ്. ഫെലിക്സിനെ വേദന എടുക്കൽ തുടങ്ങി. ഫെലിക്സിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, വേദന എടുക്കാൻ തുടങ്ങി. ആൻ്റോണിയോനെ വന്നിട്ട് ഫെലിക്സ് എന്ത് ചെയ്യാണ്, ഓടി വന്നിട്ട് ഇടിക്കുകയാണ്. സോ ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ഫെലിക്സിനെ ബാരേജ് അല്ലേ, ബാരേജ് എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഒരു ബ്ലറിംഗ് ബാരേജിൽ, ബ്ലറിംഗ് മീൻസ് മങ്ങിപ്പോവുക. സോ മങ്ങിപ്പോകുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ആൻഡ് ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വേവേർഡ്. ഫെലിക്സ് എന്ത് ചെയ്യാണ്, ബോബ്ഡ് ആൻഡ് വേവേർഡ്. ഫെലിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നൊക്കെ ഉണ്ട്. ഫെലിക്സ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്, ബോബ്ഡ് ആൻഡ് വേവേർഡ്. ആൻഡ് ഒക്കേഷണലി പഞ്ചിങ് ഹിസ് ടു ഗ്ലൗസ് ടുഗെദർ. തൻ്റെ ഗ്ലൗസ് രണ്ടും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു ബോക്സിംഗ് സീക്വൻസ് നിങ്ങൾ കണ്ടാലും അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനിൽ ഇവർ രണ്ടുപേരും ബോക്സ് ചെയ്യുന്ന ഒരു ബോക്സിംഗ് സീക്വൻസ് ഇങ്ങനെ ഉണ്ടാവണം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത്. എന്താണ്, ആൻ്റോണിയോ ഫെലിക്സും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. ആൻ്റോണിയോൻ്റെ ഒരു ഭാഗത്ത് ഇടിച്ചപ്പോൾ ആൻ്റോണിയോ തിരിച്ചെന്ത് ചെയ്യുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അതിനൊക്കെ ആരും ഒഴിഞ്ഞു മാറുന്നുണ്ട്, ഫെലിക്സ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ദെൻ രണ്ട് കൈയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഗ്ലൗസ് ഇങ്ങനെ കൂട്ടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ Antonio waited for the rush that was sure to come. സോ ആൻ്റോണിയോ ഫെലിക്സിനെ ഇങ്ങനെ തലങ്ങും അടിച്ചു അല്ലേ. സോ അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവും, തിരിച്ചിങ്ങോട്ട് അടിക്കും. സോ ആ ഒരു അടിക്ക് വേണ്ടിയിട്ട് ആര് വെയിറ്റ് ചെയ്യുകയാണ്, ആൻ്റോണിയോ വെയിറ്റ് ഫോർ ദ റഷ് ദാറ്റ് വാസ് ഷുവർ ടു കം. തിരിച്ചു വരുന്ന ആ ഒരു റഷിനെ, ആ ഒരു തിരിച്ചടിയെ ആര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ആൻ്റോണിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫെലിക്സ് ക്ലോസ്ഡ് ഇൻ ആൻഡ് ഫെയിൻറ്റഡ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ത്രൂ എ റൈറ്റ് ഇൻസ്റ്റഡ്. സോ എന്ത് ചെയ്യാണ്, ആൻ്റോണിയോ ഫെലിക്സ് ക്ലോസ്ഡ് ഇൻ ആൻഡ് ഫെയിൻറ്റഡ്. ഫെലിക്സ് ആൻ്റോണിയോയുടെ അടുത്തേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരികയാണ്, ആൻഡ് ഫെയിൻറ്റഡ്. എന്നിട്ടോ ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറാണ്. ആൻ്റോണിയോയുടെ അടുത്തേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറാണ്. വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ, എന്നിട്ട് ലെഫ്റ്റ് ഷോൾഡർ കൊണ്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറിയിട്ട് ആൻഡ് ത്രൂ എ റൈറ്റ് ഇൻസ്റ്റഡ്. പകരം വലത് ഭാഗം കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഇടി അങ്ങോട്ട് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ ഓടി വന്നിട്ട് ലെഫ്റ്റ് ഭാഗം കൊണ്ട് ഇങ്ങനെ ഷോൾഡർ കൊണ്ട് ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വന്നിട്ട് അതിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് വലത് ഭാഗം കൊണ്ട്, എന്ന് വെച്ചാൽ ആൻ്റോണിയോനെ കബളിപ്പിച്ചിട്ട് ആൻ്റോണിയോനെ എന്ത് ചെയ്യാണ്, ഇടിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫൈറ്റ് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, തെളിഞ്ഞു വരണം. ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസ് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വരണം. ഓക്കെ, എവിടേക്കാണ് ഫെലിക്സ് ആൻ്റോണിയോനെ ഇടിക്കുന്നത്, റൈറ്റ് ടു ദ ബോഡി, അവൻ്റെ ശരീരത്തിൻ്റെ വലത് ഭാഗത്ത്, ആൻഡ് ടു ദ ഹെഡ്, ലെഫ്റ്റ് ടു ദ ഹെഡ്, ഹെഡിൻ്റെ ഇടത് ഭാഗത്ത്. സോ ഒരേ ഭാഗത്തല്ല ഇടിക്കുന്നത് അല്ലേ, ഒരു ഭാഗത്ത് ഇടിക്കുന്നുണ്ട്, മറ്റു ഭാഗത്ത് ഇടിക്കുന്നത്. സോ അങ്ങനെ കബളിപ്പിച്ചിട്ട് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, തടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ആര് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്, ആൻ്റോണിയോനെ ഫെലിക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. Neither fight was giving an inch. ഒരു ഇഞ്ച് പോലും ആ ഫൈറ്റ് എന്ത് ചെയ്യുന്നില്ല, വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇഞ്ച് പോലും ആ ഫൈറ്റ് എന്ത് ചെയ്യുന്നില്ല, വിട്ടുകൊടുക്കുന്നില്ല. സഡൻലി, പെട്ടെന്ന്, എ ഷോട്ട് റൈറ്റ് കോവ് ആൻ്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിൻ. പെട്ടെന്ന് ആൻ്റോണിയോൻ്റെ ചിന്നിന് മീൻസ് താടി അല്ലേ. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ആൻ്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിൻ, ആൻ്റോണിയോയുടെ ചിന്ന് മീൻസ് താടിയില്ലേ, താടിക്ക് പെട്ടെന്ന് ഫെലിക്സ് എന്ത് ചെയ്യാണ്, ഇടിക്കുകയാണ്. ആൻ്റോണിയോയുടെ താടിക്ക് പെട്ടെന്ന് ആരിടിക്കുകയാണ്, ഫെലിക്സ് ഇടിക്കുകയാണ്. ആൻഡ് ഹിസ് ലോങ് ലെഗ് ടേൺ ടു ജെല്ലി. അവൻ്റെ ആ ലോങ് ലെഗ്സ് എന്ത് ചെയ്തു, ടേൺ ടു ജെല്ലി. അതെന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ജെല്ലി ആവാൻ തുടങ്ങി. ആൻ്റോണിയോക്കുള്ളത് ലോങ് ലെഗ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഫെലിക്സ് എന്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ആ ഒരു റേഞ്ച്, ആ ഒരു ലെഗിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ ആൻ്റോണിയോ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ആളാണ് അല്ലേ, ഫെലിക്സ് കുറച്ച് കുറുകിയ ആളാണ്. സോ ആൻ്റോണിയോ കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഫെലിക്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇടിക്കാൻ പറ്റുന്നില്ല. സോ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രം ഫെലിക്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിക്കും ഇടിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ പറയുന്നുണ്ടല്ലോ, ആൻ്റോണിയോൻ്റെ ആ ലെഗ്സ്, താടിക്ക് ഇടി കിട്ടിയപ്പോൾ ആൻ്റോണിയോൻ്റെ ലെഗ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ജെല്ലി ആവാൻ തുടങ്ങി. ടേൺ ടു ജെല്ലി മീൻസ്
ആ ജെല്ലി എന്ന് പറഞ്ഞാൽ ജെല്ലി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, കുഴഞ്ഞ രൂപത്തിൽ അല്ലേ, ജെല്ലി മിഠായിസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കുഴഞ്ഞ രൂപത്തിൽ. ഓക്കെ, സോ കാല് കുഴഞ്ഞു പോവാണ്. താടിക്ക് ഇടി കിട്ടിയപ്പോൾ അവൻ്റെ കാലെന്ത് ചെയ്യാണ്, കുഴഞ്ഞു പോവാണ്. ആൻഡ് ഹിസ് ആം ഫ്ലൈഡ് ഔട്ട് ഡെസ്പറേറ്റ്ലി. കൈകളും കാലുകളൊക്കെ എന്ത് ചെയ്യുകയാണ്, കുഴഞ്ഞു പോവുകയാണ്. ഫ്ലൈഡ് മീൻസ് ഫ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇടിക്കുക എന്നാണ്. ഡെസ്പറേറ്റ്ലി, നിരാശയോട് കൂടി ഇടിക്കുകയാണ്. എന്ന് വെച്ചാൽ താടിക്ക് ഇടി കിട്ടി, ബട്ട് ആൻ്റോണിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൈകൊണ്ട്, ബട്ട് അത് ഡെസ്പറേറ്റ്ലി ആണ്, നിരാശയോടെയാണ്. കാരണം എന്താ, ഫെലിക്സിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നില്ല, കൊള്ളുന്നില്ല. ഈ ഒരു വേദനയും ആ ഒരു താടിക്കൊക്കെ ഇടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സോ ആ ഒരു അൺകോൺഷ്യസിലേക്കൊക്കെ പോകുന്ന ആ ഒരു രീതിയിൽ ആൻ്റോണിയോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ബട്ട് അത് ഫെലിക്സിന് എന്ത് ചെയ്യുന്നില്ല, കൊള്ളുന്നൊന്നുമില്ല. ആൻഡ് ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബൾ. ഫെലിക്സ് എന്ത് ചെയ്യാണ്, ഗ്രണ്ടിങ് മീൻസ് മുരളുക. ലൈക്ക് എ ബൾ, ഒരു ബള്ളിനെ പോലെ, ഒരു കാളക്കുട്ടിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മുരണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവറി ഡിറക്ഷൻ, എല്ലാ ഡയറക്ഷനിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, വൈൽഡ് മീൻസ് വൈൽഡ് അല്ലേ, കാടിനെ കുറിച്ച് പറയുന്നത്. എന്താണ് കാടിനെ കുറിച്ച് അങ്ങനെ വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കാട്ടിലുള്ള മൃഗങ്ങൾ എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി ക്രൂരന്മാരാണ് അല്ലേ. സോ ആ ഒരു വൈൽഡ്നെസ്, വൈൽഡ് പഞ്ചസ്, സോ അത്രയും രൂക്ഷമായ പഞ്ചുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രം എവറി ഡയറക്ഷൻ, എല്ലാ ഭാഗത്തുനിന്നും. സോ ഫെലിക്സ് എല്ലാ ഭാഗത്തുനിന്നും ആൻ്റോണിയോനെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻ്റോണിയോ ഗ്രോഗി, ബോബഡ് ആൻഡ് വേവേഡ്. ആൻ്റോണിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബോബഡ് ആൻഡ് വേവേഡ്, ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആൻ്റോണിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഗ്രോഗി മീൻസ് ഒഴിഞ്ഞു മാറുക, ആടി ഉലയുക. ഗ്രോഗി മീൻസ് ആടി ഉലയുക, ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബോബഡ് ആൻഡ് വേവഡ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഇവാഡിങ് മോസ്റ്റ് ഓഫ് ദ ബ്ലൗസ്. ബ്ലൗസ് മീൻസ് ഇടി അല്ലേ, എല്ലാ ഇടിയിൽ നിന്നും. ഇവാൻഡിങ് മീൻസ് ഒഴിഞ്ഞു മാറാൻ തന്നെയാണ് കേട്ടോ, ഒഴിഞ്ഞ് മാറുക എന്നുള്ളത് തന്നെയാണ്. സോ മോസ്റ്റ് ഫൈറ്റിൽ നിന്നും ആ ഒരു ഇടിയിൽ നിന്നും അവൻ ഇങ്ങനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് സഡൻലി ഹിസ് ഹെഡ് ക്ലിയർഡ്. പെട്ടെന്ന് അവൻ്റെ തല എന്ത് ചെയ്തു, ക്ലിയർ ആയി. താടിക്ക് കിട്ടിയിട്ടാണ് അല്ലേ. സോ തലയൊക്കെ ഒന്ന് ക്ലിയർ ആയി. ഹിസ് ലെഫ്റ്റ് ഫ്ലഷ്ഡ് ഔട്ട് ഹാർഡ് ഓൺ ദ സ്ട്രൈഡ്, കാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. സോ പെട്ടെന്ന് തന്നെ ഈ ലെഫ്റ്റ് ഫ്ലാഷ്ഡ് ഔട്ട് ഹാർഡ് ആൻഡ് സ്ട്രൈറ്റ്. സോ അവൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ അവൻ എന്ത് ചെയ്യാണ്, ആൻ്റോണിയോ ഫെലിക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഹാർഡായിട്ട് എന്ത് ചെയ്യാണ്, സ്ട്രൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ ബ്രിഡ്ജിന്, പാലത്തിന് എന്ത് ചെയ്യാണ്, ഇടിക്കുകയാണ്. സോ ആൻ്റോണിയോനെ ചിന്നിനിടിച്ചു, നേരെ ആൻ്റോണിയോ ഫെലിക്സിൻ്റെ ബ്രിഡ്ജിന് എന്ത് ചെയ്യാണ്, ഇടിക്കുകയാണ്, മൂക്കിൻ്റെ ബ്രിഡ്ജിന് ഇടിക്കുകയാണ്, പാലത്തിനെ ഇടിക്കുകയാണ്. ഇൻ എ ഫോഗ്, ഒരു ഫോഗ് മീൻസ് ഒരു മഞ്ഞില്ലേ, ഒരു മൂടൽ. ഫെലിക്സിന് പെട്ടെന്നൊരു മൂടലാണ് വന്നത്. സോ ഇൻ എ ഫോഗ് ഫെലിക്സ് ഹിയർഡ് ദ റോറിംഗ് ഓഫ് ദ ക്രൗഡ്. ഫെലിക്സിന് എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, റോറിംഗ് ഓഫ് ദ ക്രൗഡ്. ആ ഒരു ക്രൗഡിൻ്റെ, ആ ജനക്കൂട്ടത്തിൻ്റെ റോറിംഗ്, ആ ഒരു ഉച്ചത്തിലുള്ള ആ ഒരു വിളി, ആ ഒരു ശബ്ദം, ആ ഒരു അലർച്ച ആര് കേൾക്കുന്നുണ്ട്, ഫെലിക്സ് കേൾക്കുന്നുണ്ട്. ഹു സീംഡ് ടു ഹാവ് ഗോൺ ഇൻസാൻ. രണ്ടുപേരും എന്തുപോലെയാവുകയാണ്, ഭ്രാന്ത് പോലെ. ഹു സീംഡ് ടു ഹാവ് ഗോൺ ഇൻസാൻ. അവർ ഭ്രാന്ത് പോലെ ആവുകയാണ്. ഇൻസാൻ മീൻസ് ഭ്രാന്തിലെ, അവർ ഭ്രാന്തന്മാരെ പോലെ ആവുകയാണ്. ഹിസ് ഹെഡ് ക്ലിയർ ടു ഹിയർ ദ ബാൾ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ റൗണ്ട്. സോ അവൻ്റെ തലയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തപ്പോൾ, തലയൊക്കെ ഒന്ന് ശരിയായപ്പോൾ, ഒന്ന് റെഡി ആയപ്പോൾ അവരെന്ത് കേൾക്കുകയാണ്, വീണ്ടും ബെല്ലടി കേൾക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടും എന്ത് ചെയ്തു, ഫിനിഷായി. ഫിനിഷ് ചെയ്തു. ഹിസ് ട്രെയിനർ സാറ്റ് ഹിം ഡൗൺ ഓൺ ദ സ്റ്റൂൾ. അപ്പോൾ അവരുടെ ട്രെയിനേഴ്സ് വന്നിട്ട് അവരെന്ത് ചെയ്യാണ്, സ്റ്റൂളിൽ കൊണ്ടുപോയിട്ട് ഇരുത്താണ്. ഫെലിക്സിൻ്റെ ട്രെയിനർ വന്നിട്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ സ്റ്റൂളിൽ കൊണ്ടുപോയി ഇരുത്താണ്. In his corner, Antonio was doing what all fighters do. ഓക്കെ, സോ ആൻ്റോണിയോൻ്റെ ഫെലിക്സിൻ്റെ ട്രെയിനർ വന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ സ്റ്റൂളിൽ കൊണ്ടുപോയിട്ടാണ്. ഇൻ എ കോർണർ ആൻ്റോണിയോ വാസ് ഡൂയിങ് വാട്ട് ആൾ ഫൈറ്റേഴ്സ് ഡു വെൻ ദേ ആർ ഹേർട്ട്. ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, അവൻ്റെ കോർണറിൽ പോയിരുന്നിട്ട് എല്ലാ ഫൈറ്റേഴ്സും വേദന എടുത്തു കഴിഞ്ഞാൽ, ഇടിക്ക് കിട്ടി വേദന എടുത്തു കഴിഞ്ഞാൽ എന്താണോ ചെയ്യുന്നത് അതന്നെ ആരും ചെയ്യാണ്, ആൻ്റോണിയോയും ചെയ്യണം. എന്താ ചെയ്യുന്നത്, ദേ സിറ്റ് ആൻഡ് സ്മൈൽ അറ്റ് എവരി വൺ. ഇരുന്നിട്ട് അതെനിക്ക് വേദന ഒന്നുമില്ല എന്നുള്ള രീതിയിൽ എല്ലാവരോടും എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചിരിക്കുകയാണ്. ആൻഡ് ദ റഫറി സിഗ്നൽ ദ റിംഗ് ഡോക്ടർ. നമ്മുടെ റഫറി ആ റിംഗ് ഡോക്ടർക്ക് ഒരു സിഗ്നൽ കൊടുക്കാൻ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്. ആ ഫൈറ്റേഴ്സിനെ വന്നിട്ട് എന്ത് ചെയ്യാൻ, ഒന്ന് ചെക്ക് ചെയ്യാൻ, ശാരീരികമായിട്ടൊന്ന് എന്ത് ചെയ്യാൻ, ഒന്ന് ചെക്ക് ചെയ്യാൻ. ഹി ഡിഡ് സോ ആൻഡ് ദേ ഗേവ് ഹിസ് ഓക്കെ. ഇതിന് അദ്ദേഹം അങ്ങനെ വന്ന് ചെക്കൊക്കെ ചെയ്തു. ഗേവ് ഹിസ് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, രണ്ട് ഫൈറ്റേഴ്സും വെൽ ഫിറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ അടുത്ത റൗണ്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. The cold water sponges brought clarity to both amigo brothers. സോ കോൾഡ് വാട്ടേഴ്സിൽ മുക്കിയിട്ടുള്ള സ്പോഞ്ചസ് നിങ്ങൾ ഫൈറ്റിംഗ് സീക്വൻസിലൊക്കെ കണ്ടുണ്ടാവും. ഒരു സ്പോഞ്ച് അത് വെള്ളത്തിൽ, നല്ല കോൾഡ് വാട്ടറിൽ, തണുത്ത വെള്ളത്തിൽ മുക്കിയതാവും. അതിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും,
വെച്ചു കൊടുക്കുന്നുണ്ടാവും. എന്തിനാണ്? ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. സോ 2 അമിഗോ ബ്രദേഴ്സിന് ആ സ്പോഞ്ച് കോൾഡ് വാട്ടർ നിറച്ചുള്ള സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ക്ലാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 പേരെയും ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ വർ റബ്ബഡ് അണ്ടിൽ ദിയർ സർക്കുലേഷൻ റാൻ ഫ്രീ. അവരുടെ ആ ഒരു സർക്കുലേഷൻ, ആ ഒരു ബ്ലഡിൻ്റെ സർക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു പഴയ മൈൻഡിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അതുവരെ അവരെങ്ങനെ അതുകൊണ്ട് റബ്ബ് ചെയ്യുക മീൻസ് തുടക്കുക അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, റബ്ബ് ചെയ്യാണ്. ബോങ് റൗണ്ട് 3 ബോങ്, വീണ്ടും ബെല്ലടിക്കുകയാണ്. 3ാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫൈനൽ റൗണ്ട്, ഫൈനൽ റൗണ്ട്, 3ാമത്തെ റൗണ്ട്, ഫൈനൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ് ടു നോ ഇറ്റ് ഹാഡ് ബീൻ ടിക് ടാക് ടോ പ്രിറ്റി മച്ച് ഈവൻ. സോ അപ് ടു നോ ഇറ്റ് ഹാഡ് ബീൻ ടിക് ടാക് ടോ പ്രിറ്റി മച്ച് ഈവൻ. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് നമുക്കറിയാം 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നൊരു കാര്യം അതൊരു ടിക് ടാക് ടോ ആണ്. എന്താ ടിക് ടാക് ടോ? നിങ്ങൾ ഈ ടിക്കി ടാക്കാന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഫുട്ബോളിലൊക്കെ ടിക്കി ടാക്ക എന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെ പോകും. നമ്മൾ ചില ഗെയിമുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മാച്ച് ചെയ്യുക, അതിനാണ് ടിക് ടാക് ടോ എന്ന് പറയുക. ഓക്കെ, സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആൻ്റോണിയോ ജയിച്ചു ഫസ്റ്റ് റൗണ്ട്, 2ാമത്തെ റൗണ്ട് ഫെലിക്സ് ജയിച്ചു, 3ാമത്തെ റൗണ്ട് ആൻ്റോണിയോ ജയിച്ചു, ഇങ്ങനെ പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് എവ്രി വൺ നോ, പക്ഷെ എല്ലാവർക്കും അറിയാം, ദർ കുഡ് ബി നോ ഡ്രോ ഇൻ ദാറ്റ് ദിസ് റൗണ്ട് വുഡ് ഡിസൈഡ് ദ വിന്നർ. എല്ലാവർക്കും അറിയാം, ഈ ഒരു കോമ്പറ്റീഷനിൽ എന്തില്ല, ഡ്രോ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, സമനിലയാവാൻ പാടില്ല. സോ ദിസ് റൗണ്ട് വിൽ വുഡ് ഡിസൈഡ് ദ വിന്നർ. ഈ ഒരു റൗണ്ടിൽ ഒരു വിജയി ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ നമ്മൾ 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ദിസ് ടൈം ടു ഫെലിക്സ് സർപ്രൈസ്, ഈ സമയം ഫെലിക്സിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട്, അവനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട്, ഇറ്റ് വാസ് ആൻ്റോണിയോ ഹൂ കം ഔട്ട് ഫാസ്റ്റ്. ആൻ്റോണിയോ ആണ് ഓടി കുതിച്ചു വന്നത്. നേരത്തെ ഫെലിക്സ് ആണ് കാളക്കുട്ടനെ പോലെ കുതിച്ചു പോയതല്ലേ, ബട്ട് ഇപ്പോൾ ഫെലിക്സിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ആൻ്റോണിയോ ആണ് കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഇറ്റ് വാസ് ആൻ്റോണിയോ ഹൂ കം ഔട്ട് ഫാസ്റ്റിൽ വരികയാണ്, ചാർജിങ് അക്രോസ് ദ റിംഗ്. എന്നിട്ടോ ചാർജിങ് അക്രോസ് ദ റിംഗ്, ആ റിങ്ങിനെ ഇങ്ങനെ റിങ്ങിലേക്ക് ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് ആര് വരികയാണ്, ആൻ്റോണിയോ ഓടി വരികയാണ്. ഫെലിക്സ് ബ്രൈസഡ് ഹിംസെൽഫ് ബട്ട് കുഡിൻ വേർഡ് ഓഫ് എ ബാരേജ് ഓഫ് പഞ്ചേഴ്സ്. സോ ആൻ്റോണിയോ കുതിച്ചു വരികയാണ്. ഫെലിക്സ് ബ്രാസഡ് ഹിംസെൽഫ്, ഫെലിക്സ് എന്ത് ചെയ്യാണ്, തയ്യാറെടുക്കുകയാണ്. ബ്രാസഡ് മീൻസ് തയ്യാറെടുക്കുകയാണ്, ഹിംസെൽഫ് അവൻ തയ്യാറെടുക്കുകയാണ്. എന്തിനാ? ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് കുഡിൻ വാഡ് ഓഫ്, എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, തടുക്കാൻ കഴിഞ്ഞില്ല. വാഡ് ഓഫ് മീൻസ് തടയിടുക. അവൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, തടയിടാൻ കഴിഞ്ഞില്ല. ദ ബാരേജ് ഓഫ് പഞ്ചേഴ്സ്, ആൻ്റോണിയോൻ്റെ ആ ഒരു ബാരേജ് ഓഫ് പഞ്ചേഴ്സ്. ബാരേജ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടിക്കുക അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടി കാരണം ആ ഇടി ആർക്ക് തടുക്കാൻ കഴിഞ്ഞില്ല, ഫെലിക്സിന് തടുക്കാൻ കഴിഞ്ഞില്ല. ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലൗസ്, ഫെലിക്സ് അവൻ്റെ ഗ്ലൗസ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ടാപ്പ് ചെയ്യാണ്, രണ്ടും ഇങ്ങനെ കൂട്ടിയിടിക്കുകയാണ്. കമൻസേഡ്, എന്നിട്ടോ തയ്യാറെടുക്കുകയാണ്. കമൻസേഡ് മീൻസ് തയ്യാറെടുക്കുകയാണ്. ഹിസ് അറ്റാക്ക് എ ന്യൂ, ഒരു പുതിയ രീതിയിൽ ഒരു അറ്റാക്കിംഗ് സിസ്റ്റം ആര് കൊണ്ടുവരികയാണ്, ഫെലിക്സ് തയ്യാറെടുക്കുകയാണ്. ആൻ്റോണിയോ ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ ടു ദ വിൻസ്, ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ ടു ദ വിൻഡിലൂടെ ഇങ്ങനെ ആ ഒരു ബോക്സേഴ്സിൻ്റെ ആ ഒരു കോഷൻ, ആ ബോക്സേഴ്സിൻ്റെ ആ ഒരു ഡാൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമ്പഡ് ഇൻ ടു മീറ്റ് ഹിം, ബോത്ത് പൗണ്ടഡ് എവേ, ജമ്പഡ് ഇൻ ടു മീറ്റ് ഹിം. ആൻ്റോണിയോ ഫെലിക്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊക്കെ കണ്ട് എന്ത് ചെയ്യാണ്, ജമ്പ് ചെയ്യാണ്. ആൻഡ് ബോത്ത് പൗണ്ടഡ് എവേ, പൗണ്ടഡ് മീൻസ് ഇറ്റ് ഫൈറ്റ് ചെയ്യുക. 2 പേരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They forgot that they are brothers. They forgot that they are in a competition, but they fight to death. അത്തരത്തിലാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 പേരും. And they both neither gave an inch and neither fell into the canvas. 2 പേരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കുന്നില്ല. ആൻഡ് neither fall into the canvas, ആ ക്യാൻവാസിൽ താഴെ വീഴുന്നില്ല. 2 പേരും വീഴുന്നില്ല, 2 പേരും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കുന്നില്ല. പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They fought toe to toe. They fought toe to toe. Toe to toe means meet directly. 2 പേരും പരസ്പരം മീറ്റ് ചെയ്യുന്നതിന് മുന്നിൽ വന്നിട്ട് 2 പേരും മുഖാമുഖം മീറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ടോ ടു ടോ. സോ 2 പേരും എന്താണ് മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ സൗണ്ട് ഓഫ് ദിയർ ബ്ലൗസ്, അവരുടെ ആ ഇടിയുടെ ആ സൗണ്ട്, ബ്ലൗസ് മീൻസ് ഇടി, അവർ ഇടിയുടെ ആ സൗണ്ട് വേർ ലൗഡ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ സൈലൻസ് ഓഫ് ദ ക്രൗഡ് കോൺ കംപ്ലീറ്റ്ലി മ്യൂട്ട്. അവരുടെ ഇടിയുടെ ശബ്ദം കൊണ്ട് ആ ക്രൗഡ് മുഴുവൻ എന്ത് ചെയ്തു, മ്യൂട്ടായി. ആ ഒരു ക്രൗഡിൻ്റെ മ്യൂട്ട് കാരണം അവരുടെ ആ ഇടിയുടെ ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കേൾക്കുന്നുണ്ട് 2 പേര്. ദ റഫറി വാസ് സ്റ്റണ്ണേഡ്.
റഫറി വാസ് സ്റ്റണ്ണേഡ്. സ്റ്റണ്ണേഡ് മീൻസ് നെട്ടിപ്പോവുക. റഫറി എന്ത് ചെയ്യാണ്? നെട്ടിപ്പോവാണ് ബൈ ദയർ സാവേജറി. അവരുടെ ഒരു സാവേജറി കണ്ടിട്ട്. സാവേജറി മീൻസ് ആ ഒരു കഠിനമായിട്ടുള്ള ഫൈറ്റ് കണ്ടിട്ട്, ആ ഒരു കഠിനമായിട്ടുള്ള ഫൈറ്റ് കണ്ടിട്ട്, ആ ഒരു സാവേജറി കണ്ടിട്ട് നമ്മളുടെ റഫറി പോലും എന്ത് ചെയ്യാണ്? പേടിച്ചു പോവുകയാണ്. റഫറി പോലും പേടിച്ച് പോവുകയാണ് അവരുടെ ആ ഒരു സാവേജറി കണ്ടിട്ട്, ആ ഒരു ഭ്രാന്ത് പോലെയുള്ള ആ ഒരു ഫൈറ്റ് കണ്ടിട്ട്. ഓക്കെ, ആ ഒരു സാവേജറി മീൻസ് മൃഗീയം അല്ലേ? ആ ഒരു മൃഗീയമായ ആ ഒരു ഫൈറ്റ് കണ്ടിട്ട് നമ്മുടെ റഫറി പോലും സ്റ്റണ്ണേഡ്, പേടിച്ചു പോവുകയാണ്. ദെൻ ബാങ് ബാങ് ബാങ്, വീണ്ടും അവസാനത്തെ ഫൈനൽ ബെല്ലടിക്കുകയാണ്. ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ബെല്ലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ വെർ പാസ്റ്റ് ഹിയറിംഗ്. ബട്ട് ഫെലിക്സും ആൻ്റോണിയും അതെന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്ന പോലും ഇല്ല. ഫെലിക്സും ആൻ്റോണിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ബെല്ലൊന്നും എന്ത് ചെയ്യുന്നില്ല? ദേ ഡിഡിൻ ഹിയർ ദാറ്റ്. ആൻ്റോണിയോ വാസ് പാസ്റ്റ് ഹിയറിംഗ്. Their blows continually to pound on each other like hailstones. Hailstones പോലെ. hailstones means ആലിപ്പഴം വീഴുന്ന പോലെ രണ്ടുപേരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. രണ്ടുപേരും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി അവസാനം ദ റഫറി ആൻഡ് ദ 2 trainers prayed. റഫറിയും 2 ട്രെയിനേഴ്സും വന്നിട്ട്, ആൻ്റോണിയോൻ്റെയും ഫെലിക്സിൻ്റെയും ട്രെയിനേഴ്സും നമ്മുടെ റഫറിയും വന്നിട്ട് പ്രൈഡ്, അവർ എന്ത് ചെയ്യണം? അകറ്റി മാറ്റുകയാണ്. ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ അപ്പാർട്ട്, 2 ഭാഗത്തേക്കും എന്ത് ചെയ്യാണ്? അകറ്റി നിർത്തുകയാണ്. അത്രയും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെല്ലടിച്ചൊന്നും അവർ കേട്ടിട്ടില്ല. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ കോൾഡ് വാട്ടർ വാസ് poured over them to bring them back into their sense. അവരുടെ സെൻസിലേക്ക്, എന്ന് വെച്ചാൽ അവർ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ തഴലിയിലൂടെയൊക്കെ എന്ത് വയ്ക്കുകയാണ്? തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. They looked around and rushed towards each other. അവർ ചുറ്റുപേരും നോക്കിയിട്ട് rushed again to each other. അവർ രണ്ടുപേരും അടുത്തേക്ക് ചെല്ലുകയാണ്. ചുറ്റുമൊന്ന് നോക്കിയിട്ട് അവർ സെൻസ് കിട്ടിയിട്ട്, അവർ സ്ഥലകാല ബോധം അപ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. ദെൻ ചുറ്റുമൊക്കെ നോക്കിയിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് അടുത്തേക്ക് തന്നെ എന്ത് ചെയ്യാണ്? ചെല്ലുവാണ്. ദെൻ എ ക്രൈ ഓഫ് അലാം സർജ്ഡ് ത്രൂ ടോംകിൻസ് സ്ക്വയർ പാർക്ക്. ആ ഒരു ടോംകിൻസ് സ്ക്വയർ പാർക്കിൽ ഒരു വലിയ അലാം ഇങ്ങനെ അടിക്കണം. ആ ഒരു ഫൈറ്റ് അവസാനിച്ചു എന്നുള്ള അറിയിച്ചിട്ട് ഒരു വലിയ അലാം, ഒരു ബെല്ലിങ്ങനെ എന്ത് ചെയ്യാണ്? അടിക്കുകയാണ്. ദിസ് ഈസ് എ ഫൈറ്റ് ടു ഡെത്ത്. അതെന്തായിരുന്നു? എ ഫൈറ്റ് ടു ഡെത്ത്. ഒരു മരണത്തേക്കുള്ളൊരു ഫൈറ്റായിരുന്നു. 2 പേര് ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലാത്ത രീതിയിൽ അത്രയും വലിയൊരു ഫൈറ്റായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് എ ബോക്സിംഗ് മാച്ച്, ഒരു ബോക്സിംഗ് മാച്ചിൻ്റെ പകരം, ഇൻസ്റ്റെഡ് മീൻസ് പകരം അല്ലേ, ഒരു ബോക്സിംഗ് മാച്ചിൻ്റെ പകരം അവിടെ നടന്നുകൊണ്ടിരുന്ന എന്താണ്? ഫൈറ്റ് ടു ഡെത്ത്. ഒരു മരണ പോരാട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ദ ഫിയർ സൂൺ ഗേവ് എ വേ ടു വേവ് അപ്പോൺ വേവ് ഓഫ് ചിയറിംഗ് ആസ് ദ 2 അമിഗോ എംബ്രേസ്ഡ്. ആ ഒരു പേടി, ഇത് ഫൈറ്റ് തന്നെയാണോ, ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ തന്നെയാണോ എന്നുള്ളൊരു പേടി അവിടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ഒരു സാവേജ്, ഒരു മൃഗീയമായിട്ടാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അവസാനിച്ചപ്പോൾ ദ ബോത്ത് അമിഗോ ബ്രദേഴ്സ് എംബ്രേസ്ഡ്. അവർ രണ്ടുപേരും ഇങ്ങനെ എംബ്രേസ് ചെയ്തപ്പോൾ, ആലിംഗനം ചെയ്തത് കണ്ടപ്പോൾ അവിടെയുള്ള വേർബ്സൊക്കെ, അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചീർ ചെയ്തത് കേട്ടപ്പോൾ ആ ഒരു പേടിയൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്തു? പോയി എന്നാണ് പറയുന്നത്. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ. ഡിസിഷൻ എന്താവും എന്നുള്ളത് ഒരു കുഴപ്പമില്ല. ആര് ജയിച്ചു, ആര് തോറ്റു, ഇറ്റ്സ് നെവർ ഹാപ്പൻ. ഇറ്റ്സ് നെവർ മാറ്റർ. അതൊരു മാറ്ററേ അല്ല. ദേ ന്യൂ, ഈ 2 ബോത്ത് അമിഗോ ബ്രദേഴ്സ് ന്യൂ ദാറ്റ് ദേ വുഡ് ആൾവേസ് ബി ചാമ്പ്യൻ ടു ഈച്ച് അതർ. അവർ 2 പേരും ചാമ്പ്യൻസ് ആണ് എന്ന് അവർക്കറിയാം. 2 പേരും ബെസ്റ്റ് ഫൈറ്റേഴ്സ് ആണ്, അവർക്കറിയാമത്. സോ അവിടെ ഇനി റിസൾട്ട് എന്തായാലും അവർക്ക് എന്തില്ല, ഒരു കുഴപ്പമില്ല. Then bang, 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 വീണ്ടും ബെല്ലടിക്കുകയാണ്. Ladies and gentlemen, the winner and represent to Golden Glove Tournament of Championship is, നമ്മുടെ അനൗൺസ്മെൻറ്റ് നടത്തുന്ന അനൗൺസർ, റഫറി സ്റ്റേജിൽ വന്നിട്ട് അനൗൺസ് ചെയ്യാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ വിന്നർ, നമ്മുടെ വിജയി. ആരാണ് വിജയി? ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലൗ ടൂർണമെൻറ്റ്. ഗോൾഡൻ ഗ്ലൗ ടൂർണമെൻറ്റിൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പോകാൻ പോകുന്ന ആ വിന്നർ ഓഫ് ദ ചാമ്പ്യൻസ്, ആ ചാമ്പ്യൻസിൽ ആ ഒരു വിന്നർ ആരാണ്? ഈസ് അത് എന്ന് പറഞ്ഞിട്ട് ദ അനൗൺസർ ടേൺ ടു ദ പോയിന്റ്, ദ വിന്നർ, ആ വിന്നർ നിൽക്കേണ്ട പോയിന്റിലേക്ക് നമ്മൾ അനൗൺസർ ഇങ്ങനെ നോക്കിയപ്പോൾ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. അദ്ദേഹം മാത്രമേ സ്റ്റേജിലുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ബോക്സിംഗ് കോമ്പറ്റീഷനിൽ ജയിച്ച ആളുടെ കൈ ഇങ്ങനെ പൊക്കും അല്ലേ? സോ അദ്ദേഹം ദ വിന്നർ ഈസ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹം മാത്രമേ ആ സ്റ്റേജിൽ കാണുന്നുള്ളൂ. ആ റിങ്ങിൻ്റെ ഉള്ളിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ അല്ലേ? ആം ഇൻ ആം, കൈകളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആം ഇൻ ആം, ദ ചാമ്പ്യൻ ഹാഡ് ആൾറെഡി ലെഫ്റ്റ് ദ റിംഗ്.
ആ ചാമ്പ്യൻസ് ആ റിങ്ങിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ ചാമ്പ്യൻസ് ആ റിങ്ങിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ദ സ്റ്റോറി എൻഡ്സ് ദർ. ദ അമിഗോ ബ്രദേഴ്സ്, ദേ ആർ ബോണ്ട് അല്ലേ, ആ ഒരു ബോണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ അവരുടെ ലൈഫിൻ്റെ ഇടയിലേക്ക് ഒരു വലിയ ഒരു വാൾ കൊണ്ടുവന്നത് അല്ലേ. ആ ഒരു വാൾ എത്തിയതിന് ശേഷം, ആ ഒരു വാള് വന്നതിന് ശേഷം അവരെ ലൈഫിൽ ആ ഒരു വാൾ കാരണമാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ആ മാറ്റി നിർത്തൽ കാരണമാണ് അവർക്ക് ആ ഫൈറ്റ് അത്രയും നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ദെൻ ആഫ്റ്റർ ദ ഫൈറ്റ് ദേ മെറ്റ് ടുഗെദർ, ദേ ഗോ ടുഗെദർ, അവർ വീണ്ടും ഒരുമിച്ച് പോവുകയാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി. സോ നമ്മൾ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വി വിൽ മീറ്റ് വിത്ത് അനദർ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഫ്രം ദിസ് യൂണിറ്റ്. ഇറ്റ്സ് മീ ജുഡൈസ് സൈനിങ് ഓഫ്.